വ്യാപക വിമർശനമാണ് ഈ ചോദ്യത്തിനെതിരെ ഉയർന്നത്, ഉത്തരത്തിനെതിരെ ഉയർന്നത്. വിദ്യാഭ്യാസ മേഖല UDF സർക്കാർ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമെന്നാണ് DYFI ആരോപണം. യഥാർത്ഥത്തിൽ രാജ്യത്തെ വഞ്ചിച്ചയാളാണ് VD സവർക്കർ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തയാളാണ് VD സവർക്കർ. ആ VD സവർക്കർ ഗാന്ധി വധത്തിലെ പ്രതിയായിരുന്നു എന്ന് കപൂർ കമ്മീഷൻ തന്നെ കണ്ടെത്തിയതാണ്. അത്തരം ഒരാളെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. ശക്തമായ പ്രതിഷേധം നമ്മൾ ഉയർത്തുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. യഥാർത്ഥത്തിൽ രാജ്യത്തെ ഒറ്റുകൊടുത്ത സവർക്കറെ പ്രകീർത്തിച്ച ആളുകൾ യഥാർത്ഥ രാജ്യദ്രോഹികളായി ഇപ്പോൾ മാറുകയാണ്. കടുത്ത നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ DYFI പോകും. അരുൺ പൂപ്പറമ്പയാണ് ചെയ്യുന്നത്. അരുൺ, ഏതായാലും ഒരു ഭാഗത്ത് അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ട്, മറുഭാഗത്ത് പ്രതിഷേധവും കടുപ്പിക്കുകയാണല്ലേ? വിനീത, യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജനങ്ങളുടെ സംഘടനകളെ സംബന്ധിച്ച് അവർക്കൊരു രാഷ്ട്രീയ ആയുധം വീണ് കിട്ടി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണുള്ളൂ. ഇന്ന് DYFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. തിങ്കളാഴ്ച SFIയുടെ വലിയ പ്രതിഷേധ മാർച്ചുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകളുടെയും ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായ വിമർശനമാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിൽ മുസ്ലിം ലീഗും വലിയ പ്രതിരോധത്തിലായിരുന്നു. ഈ RSS ബാന്ധവം എന്ന വിമർശനം ശക്തമായി തന്നെ പ്രതിപക്ഷവും CPM ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിപ്പോഴും ആ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് VD സവർക്കറെ ചോദ്യാവലി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ നേരിട്ട് നടത്തുന്ന കിസ്സാണ്. നമ്മൾ ഏതൊക്കെ തരത്തിൽ മന്ത്രിയുടെ വിശദീകരണം ഉണ്ടായാൽ പോലും AO അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം മത്സരങ്ങൾ നടക്കുന്നത്. AO തന്നെയാണ് ആ ചോദ്യാവലി സ്കൂളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം എത്തിയിട്ടുള്ള ചോദ്യാവലിയിൽ VD സവർക്കറെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ ചോദ്യോത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് വലിയ വിമർശനത്തിനാണ് വഴിവെച്ചിട്ടുള്ളത്. അതിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ, അതായത് നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന വിമർശനമാണ് ഉയർത്തിയത്. അതിലാണ് വലിയ പ്രതിഷേധമുണ്ടായത്. അതൊന്നുകൂടി ശക്തിപ്പെടാനാണ് സാധ്യത. ആ തരത്തിലുള്ള പ്രതികരണമാണ് CPIM നേതാക്കളുടെ ഭാഗത്തുനിന്ന് DYFI നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നതാണ് നമ്മൾ കാണേണ്ടത്. അതുമാത്രമല്ല, ഈ വിവാദത്തിൽ ആദ്യമായി പരാതിയുമായി രംഗത്ത് വന്നത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളല്ല, അത് MSF ആണ് എന്നതുകൂടി കാണേണ്ടതുണ്ട്. 10-ാം തീയതി MSFന്റെയും വലിയ പ്രതിഷേധം കാസർഗോഡ് ഉണ്ട്. അങ്ങനെ ഇതിൽ പ്രതിപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു വിവാദമായി മാറിയതുകൊണ്ട് തന്നെ MSF ഉൾപ്പെടെ KSU ഉൾപ്പെടെ പ്രതിഷേധ രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനിത, ശരി, അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക്